അപ്പോൾ ഞാൻ വൺസ് അഗെയിൻ ഞാൻ പറയാണ്, ഈ റിക്രൂട്ട്മെന്റ് ആക്ച്വലി 2 മാസം മുമ്പ് നമ്മൾ TV-യിൽ എടുക്കാൻ വെച്ചിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. നമ്മൾ ആ സമയത്ത് ഒരു ഗൺ പവർ വൈസ് ഒരു റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാൻ വെച്ചിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ആൻഡ് അത് അന്ന് കുറച്ച് കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയൊരു അതാണ്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു മെമ്പർ വേണം എന്നുള്ളൊരു ഇതിനകത്തില്ലായിരുന്നു. നമുക്ക് ഓൾറെഡി സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അത് കൺസിഡർ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇത്. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനും പെട്ടെന്ന് എടുത്തൊരു ഇതൊന്നും അല്ല. മനസ്സിലായോ? പെട്ടെന്ന് എടുത്തൊരു ഇതൊന്നും അല്ല. റെഡി അല്ലേടാ? സ്നൈപ്പർ കേൾക്കുന്നില്ലേടാ? സൗണ്ട് കേൾക്കുന്നില്ലേ? റെഡിയാണോ? ഓക്കെ ആണോ? എടാ അവനെന്തെങ്കിലും പറയുന്നുണ്ടോ? ഹലോ, റേഡിയോ ബഗ്ഗാണോ? ഇല്ല, ഒന്നും പറയുന്നില്ല. ആണോ സ്നൈപ്പേ? ഞാൻ പറയുന്ന കേക്കാവോ? ആ കേക്കാം കേക്കാം. മാഡി റെഡിയാണോ? നീ അവൻ്റെ കൂടെ ഉണ്ടോ? ആ ഓക്കെ ഓക്കെ. ഗൈസ്, റേഡിയോയിൽ ഞാൻ പറയണ കേക്കാവോ? നിങ്ങൾക്ക് പറയണ കേക്കാവോ? എടാ റേഡിയോയിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കേക്കാവോ? ചന്ദ്രൻ കേക്കാവോടാ? ആ ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നമ്മളൊരു കുറച്ച് നാൾക്ക് മുമ്പ് കൺസിഡർ ചെയ്ത് വെച്ചിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ആൻഡ് അത് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്ലേയേഴ്സിന് അങ്ങനെ ആവശ്യം വരേണ്ടതായിട്ട് വന്നില്ല. കാരണം എല്ലാവരും ആക്റ്റീവായിരുന്നു സിറ്റിയിൽ. നമുക്ക് പ്ലേയേഴ്സ് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. സോ ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തായാലും മുമ്പോട്ട് കാര്യങ്ങൾക്കൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ്. ആൻഡ് ഇനിയൊരു 3 more റിക്രൂട്ട്മെൻറ്റ്സ് വരുന്ന ദിവസങ്ങളിലുണ്ടാവും. ഇന്ന് നമുക്ക് ഒരു റിക്രൂട്ട്മെൻറ്റേ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ റേഡിയോ ബഗ്ഗാണെന്ന് അറിയാം. നിങ്ങൾക്ക് ഇതിനകത്ത് റിപ്ലൈ പറയാൻ പറ്റത്തില്ലെന്ന് അറിയാം. റിപ്ലൈ പറയാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കി. ഇത് വർക്കാവുന്നു എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ ഓക്കെ ഓക്കെ. ആ ഹലോ, ആരാ? അതാ ഇപ്പൊ സൗണ്ട് കേക്കാവോന്ന് ചോദിച്ചാരാടാ? സോ എനിക്ക് നമ്മുടെ നല്ല രീതിയിൽ ഗ്യാങ്ങിന് ഒരു നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ തരാൻ പറ്റുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഇപ്പം ഇങ്ങനെ ഒരു ടൈമിൽ ഞാൻ റിക്രൂട്ട്മെന്റ് എടുക്കാനുള്ള മെയിൻ ഒരു കാരണം അതൊക്കെ തന്നെ ഉണ്ടാണ്. നമുക്ക് ഗ്യാങ്ങിന് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടാണ്. സോ ഐ ആം വെൽക്കമിങ് KVA Appapan to TVA as TVA Appapan. Welcome to TVA bro. TVA Appapa. Snipe കൊണ്ടുവാ. അപ്പാപ്പ കേക്കാമല്ലോ. അപ്പാപ്പ ഓ സുഖാണോ? സുഖല്ലേ? സുഖം സുഖം സുഖം. എന്തായാലും നിന്നെക്കാട്ടിലും കുറവാ. നമുക്ക് ഏജ് നോക്കണം. നമ്മള് ഏജ് നോക്കുവാനും പിന്നെ നിനക്കൊക്കെ എക്സ്പീരിയൻസ് പ്രായം വെച്ച് നോക്കുമ്പോ അപ്പാപ്പ നമ്മളെക്കാളൊക്കെ മൂത്താണെങ്കിലും മൂത്ത കഴിഞ്ഞാൽ വീര്യം കൂടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സിറ്റിയിൽ PL ഉണ്ടോ അപ്പാപ്പ? PL ഉണ്ടോ? ഹലോ, ആ PL ഉണ്ട് കേട്ടാ. പെർഫോമൻസ് വ്യൂ ലോഞ്ച് കേക്കാം. പക്ഷെ സൗണ്ട് ഇച്ചിരി ഇട്ടിട്ടാ പോണ. എനിക്ക് അപ്പാപ്പന്റെ ഇഷ്യൂ ആയിരിക്കണേ. അല്ല പിങ് ഉണ്ടറാ. എല്ലാവർക്കും പിങ് ഉണ്ടറാ. ആണോ? എല്ലാവർക്കും പിങ് ഉണ്ട്. ഇപ്പൊ ശരി സംസാരിച്ച ഇല്ല പാപ്പ, ഇത് കട്ടായി പോണ്. അണ്ണന്റെ സൗണ്ട് അങ്ങനെ ഇട്ടിട്ട് പോകുന്നില്ല. പക്ഷെ
എന്റെ സൗണ്ട് വിട്ടു പോകുന്നത് നിന്റെ സൗണ്ട് ഓക്കെയാണ് എനിക്ക്. ഇല്ലല്ല അതാണ് അണ്ണന്റെ സൗണ്ട് എനിക്ക് ഓക്കെ. എടാ റേഡിയോയിലുള്ള എല്ലാവർക്കും കേക്കാവോടാ? ആ അപ്പൊ ഇത് ദേ ഇതെന്താ പുതിയ സർവീസ് ആണ്? ഒരാളെ കൊന്നിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ റിവൈവ് ചെയ്ത് കൊടുക്കും. വണ്ടി അടിയിലാണോ? വണ്ടി മാറ്റാ സോർപ്പിന്റെ പറ വണ്ടി അടിയിലാണോ? മാറ്റാ ഇവിടെ ഒരു ബോഡി എനിക്കൊന്നും കാണുന്നില്ല. സെറ്റാണോ? കേക്കാവോ? എനിക്ക് രണ്ട് ഡയലോഗ് അടിച്ചായിരുന്നു, കുറച്ച് മിസ്സായി. അപ്പുറത്ത് വിട അപ്പുറത്ത് വിട അപ്പുറത്ത് വാ അങ്ങോട്ട് വാ. വണ്ടി വരുന്നു വാസവന്റെ വണ്ടി വരുന്നു. ഇല്ല സീല വാ 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 വാ. സാധാരണ അങ്ങനെ ആണല്ലോ. തുടങ്ങട്ടെ. വാർച്ചാറ്റ് വന്നിട്ട് എടുത്താ വരുന്നേ. വെൽക്കം ടു ടിവിഎ. എനിക്ക് വെനസ്ഡേയാണ് ഇന്ന്. ആരാണോ നല്ല എരണം വെൽക്കം ടു ടിവിഎ. വന്നപ്പോ എന്നെ വേറൊരു വണ്ടി വന്നിടിച്ചയാ. ഞാൻ മര്യാദക്ക് വരുമായിരുന്നു ബ്രോ. ഞാൻ സ്ലോ ആയിട്ട് വരുമായിരുന്നു. പോട്ടെ പോട്ടെ നീ പോട്ടെ നീ പോട്ടെ. കൊറേ വട്ടം എല്ലാരും പിടിക്കാനും ഒക്കെ ഇതിനകത്തോട്ട് ഓടി കേറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മുക്കും മൂലം കാണപ്പെടാ. അല്ലാതെയും കേറിയിട്ടുണ്ടെന്ന് അറിയാം. സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കേറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും വെൽക്കം ടു ടിവിഎ. അകത്തോട്ട് വരണം. വാടാ അകത്തോട്ട് അകത്തോട്ട് എല്ലാവരും ഗ്യാങ്ങോസൊക്കെ ഓർമ്മയുണ്ടോ ചോദിക്കാ. അതെ സത്യം. സത്യം അപ്പാപ്പന്റെ അടുത്ത് പറയണം. മൾട്ടി യൂണിവേഴ്സ് ഒന്ന് എനിക്ക് ഇനി അപ്പാപ്പന്റെ അടുത്ത് സത്യം പറയണം. എന്താണ് പിന്നെ? പണ്ട് KVL വച്ചിരുന്ന 7000 മീൻ അടിച്ചോണ്ടോ ഞാനാ. അതെ ഞാനാണത്. അവരിപ്പോഴും അതിനായിട്ട് തെരഞ്ഞെടുക്കണം. മനസ്സിലായോ? രണ്ടുപേരെ വലിയ കഥയാണത്. അത് വലിയൊരു കഥയാണ്. അറിയാമോ വാസുണ്ടത്? ഇല്ല വാസുണ്ട. ഞാനാണെങ്കിൽ ഇവര് മീൻ പിടിക്കുന്ന സ്ഥലത്തോട് പോവാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. അവിടെ കാറ് വഴിയേ വരാൻ പറ്റൂ. അപ്പൊ ഞാനാണെങ്കിൽ ഒരു മലയിന്ന് പൊത്തെടുത്ത് ചാടി വന്ന് വെള്ളത്തിൽ വീണു. പറന്നു വന്ന് വെള്ളത്തിൽ വീണു. നീന്തി കയറിയപ്പോ ഇവരെ വണ്ടിയും സാധനവും ഇരിക്കണം. ഞാൻ എടുത്ത് പോക്കറ്റ് വെച്ച് തിരിച്ചതൊരു ചാടി പെങ്ങ് പോയി. എന്നിട്ട് ഇവര് അവിടെ മുഴുവൻ തപ്പണം. അവിടെ വണ്ടിയിൽ വന്നാൽ കാണാൻ പറ്റും. വണ്ടിയിലല്ല വന്നത്, പറന്നു. പറന്നു സാധനം എടുത്തോണ്ട് തിരിച്ചു വരുന്നത്. ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷെ എന്നാലും